സുഹൃത്തുക്കളെ, സുൽഫിയാണേ. നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമ്മൾ 5 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നും അല്ല കേട്ടോ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് 5 പേരെ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾക്ക് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് കേട്ടോ, പല ഭാഗത്തുനിന്ന് വാട്സാപ്പിലായാലും കമൻറ്റിലായാലും അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു വിമർശനങ്ങൾ എല്ലാം നമ്മൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഇത് തുടർന്നു കൊണ്ട് തന്നെ പോകും കേട്ടോ. ആര് എങ്ങനെ എതിർത്താലും നമ്മളിത് പിന്തിരിയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ആഴ്ചയിൽ നടത്തുന്നത് ഓരോ ദിവസത്തിലും നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്താനുള്ള പ്ലാനിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മളെ കൊണ്ട് ഇപ്പോൾ തൽക്കാലത്തിന് പറ്റുന്നില്ല. ആ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും മറ്റുള്ള ചെറിയ വരുമാനങ്ങളിൽ നിന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ആഴ്ചകളിലും 5 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മളത് കൊടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ഒരു മാസത്തിൽ നോക്കുക എന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ എമൗണ്ടാണ്. ഒരുപാട് പേർക്ക് പുച്ഛങ്ങളാണ്. നമ്മൾ ഈ ഒരു 500 രൂപ വീതം വെച്ചിട്ട് 5 പേർക്കല്ല നീ കൊടുക്കുന്നുള്ളൂ, നീ എന്താ ഇങ്ങനെ, ഒരുപാട് പുച്ഛം ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ഒരു കാലിച്ചായ പോലും വാങ്ങിക്കൊടുക്കാത്ത ആളുകളാണ് ഈ ഒരു കമൻറ്റിൽ വന്നിട്ടും അതേപോലെ എൻ്റെ വാട്സാപ്പിൽ വന്നിട്ടും പറയുന്ന ആളുകൾ. നമ്മളിത് ഒരു മാസത്തിൽ 4 ആഴ്ച നടക്കണം. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മാസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുക എന്നുണ്ടെങ്കിലും ഒരു വലിയൊരു എമൗണ്ട് ആയി. അതുമാത്രമല്ല, നമ്മളിത് തുടർന്നുകൊണ്ട് തന്നെ പോകുകയാണ്. നിങ്ങൾ എന്തായാലും ചാനൽ ചെയ്ത് എന്തായാലും നിങ്ങൾ കൂടെ കൂടിക്കോളൂ കേട്ടോ. കിട്ടാത്ത ആളുകളായാലും നിങ്ങൾ വിഷമിക്കണ്ട. എന്തായാലും നമ്മൾ ഇത് തുടർച്ചയായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനൽ കൊണ്ട് ഉപകാരം കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മുടെ സ്വന്തം റിസ്കിൽ ചെയ്യാനാണ് ഈ ഒരു ഓരോ ദിവസത്തിലും ചെയ്യാൻ പ്ലാനിങ്. അതിന് നമുക്ക് കുറച്ച് പൈസ ആവശ്യങ്ങളുണ്ട്. നമ്മളുടെ കുറച്ച് കമ്പനികൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും കുറച്ച് കമ്പനികളിലെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്സാപ്പിൽ എനിക്ക് ഒരു ദിവസം ഒരു 200-300 മെസ്സേജ് വാട്സാപ്പിൽ വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് കുറേ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ബാക്കി കുറേയൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് കഷ്ടങ്ങൾ, അതേപോലെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട്, ചികിത്സയ്ക്ക്, അതേപോലെ രോഗങ്ങൾ പിടിപെട്ട്, അതേപോലെ അരി സാധനങ്ങൾ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് തന്നെ ആ മെസ്സേജുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലേക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മൾ ഫുള്ളായിട്ട് അവർക്കും ഹെൽപ്പ് കൊടുക്കണം. അതേപോലെ നമുക്ക് ഓരോ ദിവസത്തിൽ നമ്മൾ കമൻ്റ് ഇടുന്ന ആളുകൾക്കും പൈസ കൊടുക്കണം. എല്ലാം ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഈ ഓരോ ദിവസത്തിലൊക്കെ കൊടുക്കാനുള്ള പ്ലാനിങ് എങ്ങനെ നോക്കുക എന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെയായിട്ട് ഇതിൽ ആരും മുമ്പോട്ട് വന്നില്ലെങ്കിലും എനിക്ക് വിഷമല്ല. ഇത് ഞാൻ തന്നെ വാങ്ങിച്ചിട്ട എൻ്റെ ടൗണിൽ കുറച്ച് സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലം സെയിലാകുക എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തിന് ഓരോ ദിവസമായിട്ടും ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കേരളം മുഴുവൻ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്താൻ പറ്റും കേട്ടോ. അത് നമ്മുടെ തന്നെ കാശ്, നിങ്ങളുടെ ആരുടെയും പൈസ എനിക്ക് വേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ റിസ്കിൽ, എൻ്റെ പൈസയും കൊണ്ട് നമ്മുടെ ഓൺ റിസ്കിൽ തന്നെ നമ്മളിത് ചെയ്യാനാണ് പ്ലാനിങ്. അതിന് നിങ്ങളും പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആ ഒരു സ്ഥലത്തിന് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ടൗണിൽ തന്നെയാണ് ഒരു 6 സെൻറ്റ് സ്ഥലം വീട് കെട്ടാൻ പറ്റുന്ന എല്ലാ ഇതും ഉണ്ട്. ഹോസ്പിറ്റൽ, സ്കൂള്, അതേപോലെ അമ്പലം, പള്ളി, സ്കൂള്, അത് കോടതി, പോലീസ് സ്റ്റേഷൻ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഒരു സ്ഥലത്തിന് 500 മീറ്റർ റൗണ്ടിങ്ങിൽ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ ഇട്ട് തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ആ ഒരു പൈസ വെച്ചിട്ട് മുമ്പോട്ട് പോകാനാണ് പ്ലാനിങ് കേട്ടോ. ഇത് എന്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റുകളും അതേപോലെ നമ്മുടെ വാട്സാപ്പ് മെസ്സേജുകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇനി ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ മാത്രം പോരാ, ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേഗം എന്നെക്കൊണ്ട് അത് സാധിക്കട്ടെ. ഇപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും ഇപ്പോൾ അത് നമ്മുടെ സ്വന്തം റിസ്കിൽ, സ്വന്തം നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നും അതേപോലെ യൂട്യൂബിൽ നിന്നും മറ്റുള്ള ഇതിലുള്ള ചെറിയ വരുമാനം വെച്ചിട്ടാണ് ഈ ഒരു ആഴ്ചയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അത് ഓരോ ദിവസത്തിലും അതേപോലെ നമ്മൾ കമൻ്റ് ഇടുന്ന ആളുകൾക്കൊക്കെ നമുക്ക് സഹായം എത്തിക്കാനും എല്ലാം നമുക്ക് പറ്റട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോട്ടോ. നിങ്ങളുടെ ഓരോ ഫോളോവേഴ്സിൽ നിന്നും നമുക്ക് നമ്മുടെ ചാനലുകൾ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ചാനൽ വളരുന്ന കാരണം കൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിൽ നിങ്ങളുടെ ഓരോ ഫോളോവേഴ്സിനും നമുക്ക് നമ്മുടെ ചാനൽ വളരുന്ന കാരണം കൊണ്ട് നമ്മൾക്ക് വരുമാനങ്ങൾ കൂടുതൽ, നമുക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് എത്തിക്കാൻ, ഒരുപാട് പേരുടെ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ എല്ലാം മാറ്റാൻ
എല്ലാം നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കേട്ടോ, നമുക്ക് വലിയ രീതിയിൽ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു രീതിയൊന്നുമില്ല. അത് നമ്മുടെ സ്വന്തം റിസ്കിലാണ്, നമുക്ക് വേറെ ആരും സപ്പോർട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം റിസ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം ഒക്കെ നമ്മൾ സെയിലാകുക എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റും. അതിൽ നിന്ന് കുറേ പൈസ നമുക്ക് കിട്ടും. അത് സെയിലാകുക എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കായി ഏറ്റവും റേറ്റ് കുറവിൽ തന്നെയാണ് ഞാൻ ആ ഒരു സ്ഥലം സെയിൽ ചെയ്യാനും ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർ, എനിക്കൊരു ദിവസം ഒരു 300 മെസ്സേജ് വരുന്നതിൽ അതിൽ പകുതി 150 മെസ്സേജും ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് എനിക്ക് മെസ്സേജ് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ദയവ് വിചാരിച്ച് ഹായ് എന്ന് അയക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മാറ്റർ എന്താണോ അത് നിങ്ങൾ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ നിങ്ങൾ ചെയ്തോളൂ. അത് എനിക്കല്ലേ വരുന്നത്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ, നിങ്ങളുടെ എന്ത് കാര്യമാണോ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, അതെല്ലാം നിങ്ങൾ ആ ഒരു മെസ്സേജിൽ പറഞ്ഞയച്ചോളൂ. ഹായ് നയക്കുമ്പോൾ എനിക്ക് അറിയുന്നില്ല അത് എന്തിനു വേണ്ടിയാണോ, മെഷീനുകളുടെ വേണ്ടിയാണോ, ഫാക്ടറി തുടങ്ങാനാണോ, കഷ്ടങ്ങൾക്ക് വേണ്ടിയാണോ, അതോ വേറെ എന്തെങ്കിലും ചോദിക്കാനോ ഒന്നും അറിയുന്നില്ല. ഇപ്പം നമ്മുടെ മെസ്സേജുകൾ വേറെയും 2-3 പേര് ചെക്ക് ചെയ്യുന്നുണ്ട്, അവരും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് കമൻറ്റുകളൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. അതേപോലെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകളൊന്നും എനിക്ക് കുറേയൊക്കെ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. അവരുടെ കമൻറ്റുകളും അതേപോലെ അവർ മെസ്സേജ് അയക്കുന്നത് എല്ലാം അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞോളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷനും നമ്മൾ ചാനലുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും ഒരുപാട് പേരുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്കും ഒരുപാട് ഓഫറുകൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് യാതൊരു വിധത്തിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കൊണ്ട് 100% ഉപകാരം കിട്ടുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ മാത്രം വന്നാൽ പറ്റില്ല. നമ്മൾ ഈ ചാനൽ കാണുന്ന ആളുകൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെയും കൂടെ കൊണ്ടുവന്നിരിക്കും, നിങ്ങളെയും ഞാൻ എടുത്തിരിക്കും. അതിലുള്ള യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്തായാലും ചാനൽ ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക കേട്ടോ. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു പൈസയും നമ്മൾ ഈ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടും അതേപോലെ ഈ ഒരു ആഴ്ചകളിൽ കൊടുക്കുന്ന പൈസയും അതേപോലെ ദിവസത്തിലാക്കാനുള്ള പ്ലാനിങ്ങിനും എല്ലാം നമ്മൾ ആ ഒരു പൈസയും ഉപകാരത്തിൽ തന്നെ ഉപകാരപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷനിൽ തരുന്ന ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആളുകൾക്ക് അത് കൊടുക്കാനും നമ്മൾക്ക് സാധിക്കും കേട്ടോ. അതേപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഡയറക്റ്റ് കമൻറ്റ് ചെയ്തോളൂ, ഹായ് എന്ന് അയക്കണ്ട. എന്താണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ വോയിസ് ആയിട്ട് തന്നെ എൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ.